വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വർക്കോ അല്ലെങ്കിൽ വളരെയധികം ഇൻവോൾവ് ആയിട്ടുള്ള ചില വർക്കുകൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് 1 മണിക്കൂർ 10 മിനിറ്റിൽ തീരുന്ന പോലെ തോന്നിപ്പോകും. അതേപോലെ തന്നെ മറ്റു ചില മീറ്റിങ്ങിനൊക്കെ പോയിരുന്നു കഴിഞ്ഞാൽ 10 മിനിറ്റ് ആയിരിക്കും മീറ്റിംഗ്, പക്ഷേ 1 മണിക്കൂറിൽ കൂടുതൽ അവിടെ നമ്മൾ സ്പെൻഡ് ചെയ്തതായിട്ട് നമുക്ക് തോന്നുന്നുണ്ടാവാം. എന്തുകൊണ്ടാണ് ഈ ഒരു ഫിനോമിനൻ? കാരണം ഇതൊരു ഫിനോമിനൻ ആണല്ലോ. ചില ആൾക്കാർക്ക് അത് 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ വർക്ക് ചെയ്ത് കഴിഞ്ഞാലും 10 മിനിറ്റ് 15 മിനിറ്റിൽ വാച്ച് നോക്കുമ്പോൾ ഇത്ര സമയം പോയോ എന്ന് പറയുന്ന അവസ്ഥയുണ്ടാവും. ഡെഫിനറ്റ്ലി നിങ്ങളും ഞാനും ഒക്കെ പലപ്പോഴും അനുഭവിച്ചിട്ടുള്ള ഒരു ഫിനോമിനാണ്. ഇതൊരു നല്ല ഫിനോമിനാണ്. ഇൻട്രസ്റ്റിംഗ്ലി ഇതിന് പറയുന്നത് ബ്രെയിൻ ഫ്ലോ സ്റ്റേറ്റ് എന്നാ പറയാ. ഫ്ലോ സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ഓട്ടോ മോഡ് എന്ന് പറയാൻ പറ്റില്ല. ബേസിക് ആയിട്ട് നോക്കിയാൽ ന്യൂറോ കെമിക്കൽസിന്റെ ഒരു പർട്ടിക്കുലർ ഒപ്റ്റിമൈസേഷൻ ഉണ്ടാകുന്ന സമയത്താണ് ഫ്ലോ സ്റ്റേറ്റ് ഉണ്ടാവുക. ഈ ഫ്ലോ സ്റ്റേറ്റിൽ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒന്ന്, സമയം കടന്നു പോകുമ്പോൾ നമ്മൾ അറിയില്ല. 2, ചെയ്യും തോറും കൂടുതൽ എനർജി നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും, കൂടുതൽ ചെയ്യാൻ സാധിക്കും. മറ്റേത് ജോലി ചെയ്യുമ്പോൾ നമ്മുടെ എനർജി കുറയുകയാണെങ്കിൽ ഇവിടെ എനർജി കൂടിക്കൊണ്ടിരിക്കും. 3, ഇത് ചെയ്യുമ്പോൾ നമുക്ക് റിസൾട്ടിനോട് അത്രമാത്രം അറ്റാച്ച്ഡ് ഒന്നും ആയിരിക്കില്ല, അല്ലാതെ തന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും. റിസൾട്ടിൽ ബോധയുടെ ആയിരിക്കില്ല. ഇതിനാണ് ഫ്ലോ സ്റ്റേറ്റ് എന്ന് പറയുക. ആക്ച്വലി ഒരു മനുഷ്യന്റെ ഏറ്റവും ബെസ്റ്റ് പ്രൊഡക്ടിവിറ്റി ഉണ്ടാക്കുന്നത് ഫ്ലോ സ്റ്റേറ്റിലാണ്. ഇന്ന് പീക്ക് പെർഫോമൻസ് എന്ന് പറയുന്ന സയൻസിൽ ലോകമെമ്പാടും ഏറ്റവും കൂടുതൽ ആൾക്കാർ പ്രയത്നിക്കുന്നത് എത്ര തവണ ഒരു ദിവസം എനിക്ക് ഫ്ലോ സ്റ്റേറ്റിൽ വർക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ള കാര്യത്തിലാണ്. ഈ ഫ്ലോ സ്റ്റേറ്റ് അച്ചീവ് ചെയ്യണമെങ്കിൽ എന്താ ചെയ്യുക? നിരവധി കാര്യങ്ങളുണ്ട്. അതിനകത്ത് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സയൻസ് ആണ് ഫ്ലോ സയൻസ് എന്ന് തന്നെ പറയുക. എങ്കിൽ പോലും വളരെ സിമ്പിൾ ആയിട്ടൊരു കാര്യം ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾക്കറിയാവുന്ന ഒരു സ്കിൽ ഉണ്ടാവും. ആ സ്കില്ലിനേക്കാൾ ഒരു പടി മുകളിലുള്ള ഒരു ചാലഞ്ച് നിങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞാൽ, എന്നിട്ട് അതിനുവേണ്ടി നിങ്ങൾ വർക്ക് ചെയ്യാൻ മോട്ടിവേറ്റഡ് ആണെങ്കിൽ, അതായത് നിങ്ങൾക്കൊരു സ്കില്ലുണ്ട്, അതിനേക്കാൾ ഒരു പടി മുകളിൽ നിൽക്കുന്ന ഒരു ചലഞ്ച്, ആ ചലഞ്ച് ഫിനിഷ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ വർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സ്റ്റേറ്റ് ആണ് ഈ ഫ്ലോ സ്റ്റേറ്റ്. അപ്പോൾ എപ്പോഴും 2 കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്ലോ സ്റ്റേറ്റ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാം. ഒന്ന്, നമ്മുടെ സ്കില്ല് കൂട്ടിക്കൊണ്ടിരിക്കുക, അതിനേക്കാൾ തൊട്ട് മുകളിൽ നമ്മുടെ ചലഞ്ച് കൂട്ടിക്കൊണ്ടിരിക്കുക, വീണ്ടും സ്കില്ല് കൂട്ടുക, ചലഞ്ച് കൂട്ടുക. അപ്പോൾ നമുക്ക് എപ്പോഴും ഫ്ലോ സ്റ്റേറ്റിൽ കൂടെ പോകാനായിട്ട് സാധിക്കുന്നുണ്ടാവും. ദിസ് ഇസ് ദ ബെസ്റ്റ് സ്റ്റേറ്റ് യുവർ ബ്രെയിൻ ക്യാൻ ബി ഇൻ.